ആക്ച്വലി അന്ന് എന്താ സംഭവിച്ചത്? ഞായറാഴ്ച ആയോണ്ട് അന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി സാറേ. സ്ഥിരം പോകുന്ന ബസ് മിസ്സായി. അങ്ങനെ കുറച്ചു ദൂരം നടന്ന് ഒരു ജംഗ്ഷനിൽ വന്നു ഞാൻ അനിയനെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല സാറേ. അപ്പോഴാണ് ആ ഓട്ടോ വന്നത്. മോളെ ഓട്ടം പോണോ? ഇനി അങ്ങോട്ട് ബസ്സൊന്നും ഇല്ല ഏട്ടാ. വേണ്ടേട്ടാ, വിളിക്കാൻ ആള് വരും. വന്നാ മതി. ഈ ഏരിയ അത്ര ശരിയല്ല ഏട്ടാ. ചേച്ചി ബസ് പോയ ചേച്ചി, വീട്ടിൽ പോണ്ടേ? നമ്മളും ഉണ്ടാക്കാ. അളിയ വാടാ, ചേച്ചി മേടിച്ചടാ. കേറ ചേട്ടാ, ഓട്ടം പോണം ചേട്ടാ. രണ്ട് പയ്യന്മാരുടെ പുറകെ വരുന്നുണ്ട്. കൊച്ചിനടുത്ത് എപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ നിൽക്കണമെന്ന്. വാ കേറി കേറി. ഒന്ന് പെട്ടെന്ന് പോടാനേ. കൊച്ചിനടുത്ത് എപ്പോഴേ പറഞ്ഞതാ ആ ഏരിയ ശരിയല്ല, അവിടെ നിൽക്കണ്ടെന്ന്. ഒന്ന് വേഗം പോ ചേട്ടാ, അവന്മാർ ഇപ്പൊ ഇങ്ങെത്തും. കൊച്ചേത് ഓട്ടോറിക്ഷയാണ്. ഇതിന്റെ മാക്സിമം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ ഇടവേളോട്ട് കാര്യം എത്താം. അളിയ നീ സ്പീഡിൽ പോ, അവരിപ്പോ അങ്ങ് എത്തും. ഞാനേ അവന്മാരൊന്ന് പോയൊന്ന് നോക്കിട്ടെ. എന്റെ പണി കഴിഞ്ഞേട്ടാ, ഇനി നിങ്ങളെ പണി തുടങ്ങിക്കോ. ആദ്യത്തെ ഇടി തന്നെ എന്റെ തല കറങ്ങിപ്പോയി സാറേ. രണ്ടാമത്തെ ചവിട്ടന്റെ നെഞ്ചിലാണ് കിട്ടിയത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? ബോധം വന്നപ്പോൾ തന്നെ ഞാൻ അത് സ്റ്റേഷനിൽ വന്നിരുന്നു. മാഡത്തിന് കണ്ട് കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ CSR ലീവിലാണെന്നും 2 ദിവസം കഴിഞ്ഞു വന്ന് നേരിട്ട് പറഞ്ഞാൽ മതിയെന്നും മാഡം തന്നെയാണ് സാറേ പറഞ്ഞത്. എന്നിട്ട് താൻ ഇതിനെ പറ്റി അന്വേഷിച്ചില്ലേ? ഞാൻ പോയി നോക്കിയാണ് സാർ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോയോ ഈ പയ്യന്മാരെ പറ്റി യാതൊരു വിവരവും ലഭിച്ചില്ലായിരുന്നു. പിന്നെ കുട്ടിക്ക് വണ്ടിയുടെ നമ്പർ ഓർമ്മയില്ല. ഓക്കെ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. മനോജെ, നമ്മുടെ വേങ്ങോട് ജംഗ്ഷനിലുള്ള എല്ലാ CCTV